അവധിക്ക് നാട്ടിൽ വന്നിട്ട് ഇടവകപ്പള്ളിയിലൊന്ന് പോകുവാണ്. പിന്നെ വല്യമ്മച്ചിയുടെ കല്ലറയിലും. അതൊക്കെ ഉണ്ടാവും നാട്ടിലെ റോഡില്. അവൻ എത്രയും ക്ലിയർ ആയിട്ട് വണ്ടി ഓടിക്കണം അല്ലേ പോലെ. ധൈര്യത്തോടെ ഓടിച്ചിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ഇടവകപ്പള്ളി, എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്തിനടുത്തുള്ള വടകരപ്പള്ളി. ഇവിടെ എന്തൊക്കെയോ പണികൾ നടക്കും. ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കലോ അങ്ങനെ എന്തൊക്കെയോ പണികളാണ്. ഇവിടെ പെരുന്നാൾ വന്നു കഴിയുമ്പോൾ ഇതിൽ നിറച്ച് കടകളൊക്കെയാണ്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ചെറുപ്പത്തിലൊക്കെ അങ്ങനെയായിരുന്നു. ഇന്ന് അമ്മച്ചിയുടെ ഓർമ്മദിനമാണ്. ബാക്കി കുടുംബാംഗങ്ങളെല്ലാം അടുത്ത ഞായറാഴ്ച കുർബാനയ്ക്ക് വരികയുള്ളൂ. ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. 2003 മരണപ്പെട്ടതാണ്. കല്ലറയിൽ മെഴുകുതിരി കത്തിച്ച് ആദരമർപ്പിച്ചു. മതം, ആത്മീയത. ഈ വീഡിയോ ഇവ രണ്ടും അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയും അമലയുടെയും കല്യാണം നടന്നത് ഈ പള്ളിയിലാണ്. എന്നെ സംബന്ധിച്ച് കുട്ടിക്കാലത്തുള്ള ചില ഓർമ്മകളാണ് ഈ പള്ളിയുമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ബന്ധം. ഒരുപാട് പഴയ ഒരു പള്ളിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കയറുമ്പോഴുള്ള ഒരു പൗരാണികതയുടെയും പഴമയുടെയും മണമുണ്ട്. അതിൻ്റെ ഒപ്പം കുന്തിരിക്കത്തിൻ്റെ ഗന്ധവും. അതെന്നെ കൊണ്ടെത്തിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തേക്കാണ്. അന്ന് വല്യമ്മച്ചിയുടെ ഒപ്പം പള്ളിയിൽ വന്നതാണ് എൻ്റെ ആദ്യകാല ഓർമ്മയിലുള്ളത്. ചുറ്റുമുള്ളവരൊക്കെ എന്നേക്കാൾ ഉയരം കൂടിയതായതുകൊണ്ട് എൻ്റെ കാഴ്ചകൾ മുഴുവൻ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള കൊത്തുപണികളിലും ചുവർ ചിത്രങ്ങളിലുമായിരുന്നു. പിന്നീട് മറ്റു കുട്ടികൾ നിൽക്കുന്ന മുൻഭാഗത്തെത്തി. മുതിർന്നു വന്നപ്പോഴേക്കും അത് ഏറ്റവും പിന്നിലേക്കായി മാറി. കുർബാന കഴിഞ്ഞ് മാവിൻ ചൂട്ടിലുള്ള ഒത്തുചേരലും പാതിരാ കുർബാനയ്ക്കും പെരുന്നാളിനും കൂട്ടുകാരോടൊപ്പമുള്ള വരവും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയിൽ തെളിഞ്ഞു. പള്ളിയിൽ നിന്നിറങ്ങി ടൗണിലൊന്നു പോയി. അല്ലറ ചില്ലറ ഷോപ്പിങ്ങുകൾ. ഇപ്പോഴേ തുടങ്ങി വെച്ചില്ലെങ്കിൽ പോകാറാകുമ്പോഴേക്കും പണി കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് നേരം പോക്കിനുള്ള വകകൾ ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് രണ്ടും. പിന്നെ തെറ്റില്ലാത്തൊരു ബേക്കറിയിൽ കയറി. കുറേ കാലമായിട്ട് കഴിക്കാൻ കൊതിച്ച പല സംഗതികളും വാങ്ങി അങ്ങ് കഴിച്ചു. അവിടത്തേക്കാൾ മധുരം കൂടുതലുള്ളതുകൊണ്ട് പിള്ളേർക്കും ഭയങ്കരമായി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതാണ് ബ്രെഡ് പോക്കറ്റോ ചിക്കൻ പോക്കറ്റ്. ഈ പ്രക്രിയ പല ദിവസങ്ങളിലും തുടർന്നു. നാട്ടിൽ വന്നത് പ്രമാണിച്ച് ഫുഡ് കൺട്രോളും കാര്യങ്ങളെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി തിരിച്ചു ചെന്നിട്ട് വേണം ഇവിടുന്ന് കയറ്റിയ കൊഴുപ്പെല്ലാം തിരിച്ചിറക്കാൻ. പിന്നെ വല്യപ്പച്ചൻ്റെ വീട്ടിലൊന്ന് പോയി. എവിടെ ചെന്നാലും ഇവർക്ക് കമ്പനിക്ക് ആളെ കിട്ടും. ഇവിടെ ചേട്ടനാണ് കൂട്ട്. പാമ്പും കോണിയും കളിക്കുക. ചേട്ടനും കമ്പനിക്ക് ആളെ കിട്ടാതിരിക്കുമായിരുന്നു എന്നൊരു സംശയം. കൊണ്ടുപിടിച്ച മത്സരമാണ്. അങ്ങനെ വാശിയേറിയ മത്സരത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് മുറ്റത്തൊരു ലൂബിക്ക മരം. ഇതുങ്ങൾ അത് കണ്ടതും പിന്നെ വല്യപ്പച്ചന് പണിയായി. ഇവർക്ക് ഇഷ്ടമായി. ഇവർക്ക് പുളി കൂട്ടി മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൂബിക്ക അല്ലെങ്കിൽ ലൗലോലിക്ക പഴുത്ത് തുടുത്ത് കായ്ച്ചു കിടക്കുന്ന കണ്ടാത്തൊന്നും ചെറിപ്പഴം പോലെ മധുരമുള്ളതാണെന്ന്. പക്ഷെ കഴിച്ചവർക്കറിയാം അതിന്റെ രുചി. ചെറി കിടക്കുന്ന പോലെ ഇത് മധുരമുള്ളവരുടെ ആയിരുന്നെങ്കിലേ. എന്തൊക്കെയായാലും അച്ചാറിടാനും വൈനിടാനും ഇത് ബെസ്റ്റാ.